ബാക്കിൽ കൂടി ട്രെയിൻ വന്നൊക്കെ ആ കുഞ്ഞു ട്രെയിൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നേക്കണത് ഒരു ട്രെയിൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം, വിശേഷങ്ങൾ കാണാം. എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാവേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ നോക്കിയേ, ഫുൾ ചോളമാണ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഭയങ്കര വെയിലും ഉണ്ട്, നല്ല വെയിൽ. ആ അതെ, എൻ്റെ ബാക്കിലായിട്ടാണ് ആ ട്രെയിനുകൾ ഇങ്ങനെ കിടക്കണണ്ട. കുറേ ഉണ്ട് കണ്ട. ചോളം ഉണ്ടായി നിൽപ്പുണ്ട്. ഇതേ ഇത് കണ്ട. കായ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ആ ഭാഗത്ത് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാട്ടാ, അതിൻ്റെ ഇടയിലൊക്കെ വല്ലതും കാണും. നല്ല വെയിൽ. അപ്പം നമുക്ക് പോകാം ട്രെയിൻ മ്യൂസിയം കാണാനായിട്ട്. കഴിഞ്ഞ ആമിഷ് വില്ലേജിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങിയത്. ആ സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പകർത്തിയേക്കണത്. നമ്മളങ്ങനെ ഇതേ ഇവിടെ വന്ന് പ്രതീക്ഷിക്കാതെ ആണ്ടോ ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. അങ്ങനെ വന്ന പാടെ തന്നെ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇത് കണ്ട, ആ ട്രെയിനുകൾ കിടക്കണ. അയ്യോ, ആ ട്രെയിനിന് എല്ലാത്തിനും ഓരോ പേരുകൾ ഇട്ടേക്കണം. ഇത് കണ്ട, ഇത് ഫിലഡൽഫിയ, അത് മേരിലാൻഡ്, പിന്നെന്താ സ്ട്രാസ്ബർഗ്. ഓരോന്നിനും ഓരോ ബോഗിക്കാണോ പേരില്ലേ, ഒരു കാറൊക്കെ. നല്ല രസം. അവിടെയൊക്കെ കിടക്കണ്ടേ ട്രെയിൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മ്യൂസിയം. പോകുന്ന വഴിയിലേ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ കിടക്കണുണ്ടായിരുന്നു. മാത്രമല്ല നല്ല തിരക്കും. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. നോക്കിയപ്പോൾ അവിടെ ഒരു ട്രെയിൻ മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ എന്തോരം ട്രെയിനുകളാണെന്ന് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കണത്. ഇത് എന്ത് ട്രെയിനാണ് എന്താണെന്ന് ഒന്നും ഒരു പിടിയില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണോ അതോ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ഇട്ടേക്കണാണോ, അങ്ങനെ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ കുറേ നേരം ഇതൊക്കെ ഒന്ന് നടക്കുക കാണുക എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കണത്. പക്ഷേ ഈ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഓരോ ബോഗികളും ഓരോ ഇങ്ങനെ ടൈപ്പാണ്. അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനത്തെ ഓരോ മോഡൽ. കണ്ടക്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് നിറച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെന്തോ യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനാണെന്ന്. കുറേ മരിച്ചവരുടെ പേര് ശരിയാണ്. പേരുടെ പേരുണ്ട്. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ പോകും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒടുങ്ങി. അയ്യോടാ, ചേട്ടൻ കയറിയിട്ടില്ല. ചോറടക്കുക. ചെടി വെച്ചേക്കണത് പൂക്കൾ. അതെ, ആ കാണുന്നുണ്ട് നമ്മുടെ റെയിൽവേ മ്യൂസിയം. ഒരു കുഞ്ഞു മാള് പോലെ കണ്ട. അതിൻ്റെ ഉള്ളിൽ കയറണം. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് നോക്കട്ടെ. അയ്യോടാ, പുക പോണോക്ക്, കറുത്ത പോകാം. കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്? ഇതാണ് കേട്ടോ സ്റ്റേഷൻ. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പേരൊന്നും വായിക്കണില്ല. ഇനി വായിച്ച് നല്ല തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ കമൻ്റ് ഇടാൻ നിൽക്കും. ഞാൻ വേറെ കൂട്ടം കാണിച്ചു തരാലോ. എവിടെയാണ് ആരെ പോണണ്ട. ട്രെയിൻ പോയി തുടങ്ങി.
നമ്മളിപ്പോൾ തൽക്കാലം ആ മ്യൂസിയത്തിലേക്കല്ല കേട്ടോ പോണേ, ട്രെയിൻ യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയ ട്രെയിനില്ലേ, അതിങ്ങനെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോണ ഒരു ട്രെയിനാണ്. 1 മണിക്കൂർ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടിക്കറ്റ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് പോകാം, ആസ്വദിക്കാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാര്യം നമ്മുടെ നാട്ടിൽ കുറേ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്, നമ്മൾ ന്യൂയോർക്കിലേക്കും കയറിയിട്ടുണ്ട്. ഇതേപോലെ ടൂറിസ്റ്റുകൾ മാത്രം കയറണം ഇങ്ങനെ ട്രെയിനിൽ കയറണം ആദ്യമായിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ പോയ ട്രെയിനില്ലേ 5 മിനിറ്റ് വൈകിപ്പോയി നമ്മൾ വന്നത്, അല്ലെങ്കിൽ ആ ട്രെയിനിന് പോകാമായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പിലുള്ള ട്രെയിൻ വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതേ ആളുകളൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് പോയിട്ട് വരാം. പിന്നെ ആ മ്യൂസിയത്തിൽ ഇങ്ങനെ കുറേ ട്രെയിനുകളൊക്കെ വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമോയെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ അവിടെ പോകുള്ളൂ. ഇത് 3/4 മണിക്കൂറാണ്, 1 മണിക്കൂറാണ് തോന്നണം ഈ ട്രെയിൻ യാത്ര. അതെ ഇവിടെയൊക്കെ ട്രെയിനുകൾ കിടക്കണണ്ട. എന്തായാലും നമുക്ക് കയറാമല്ലേ. വെയിറ്റ് ചെയ്യാം ആദ്യം. എന്തോരം ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ട്രെയിനിൻ്റെ. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ല ഒരു കുഞ്ഞ് ട്രെയിൻ, അതിലും കയറാൻ വേണമെങ്കിൽ. പക്ഷെ അതിനേലും നല്ലത് ഇതല്ലേ, അതാണ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തേട്ടാ. അതെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്, തട്ടുകടകൾ പോലത്തത്. എന്തോരം ആളുകളാണ് നോക്കുക, നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലെന്ന്, ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷേ സ്ഥലങ്ങൾ കണ്ടപ്പോഴേ നല്ല രസം. നോക്കിക്കണ്ടേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് തോന്നണം അതിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്കപ്പോൾ കുറച്ചേരം ഇവിടെയൊക്കെ നടന്ന് ട്രെയിൻ വരെയും വെയിറ്റ് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്, റെസ്റ്റ് റൂം എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടേക്കണ പറഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാം. നല്ല രസമുണ്ടല്ലേ ഇവിടുത്തെ പ്ലാറ്റ്ഫോം കാണാൻ. ഇവിടെയൊക്കെ കുറേ ബിൽഡിംഗ് ഉണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ. കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ സുവനീർ ഉണ്ടെന്നൊക്കെ കണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്താ ഉള്ളതെന്ന്. അതിൻ്റെ ഇടയിലൊക്കെ കുറേ ട്രെയിനുകളൊക്കെ കാണുന്നുണ്ട്. ഏത് ട്രെയിനാ ഇത്? കുഞ്ഞു ട്രെയിൻ. ഇത് ഇവിടെ ചുറ്റിൽ മാത്രം ഇങ്ങനെ കറക്കണമാണ്. ദേ നോക്കിക്കണ്ടേ കടയിൽ സുവനീർ കണ്ട കുറേ കപ്പുകളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ ഈ ഷോപ്പിൻ്റെ അകത്ത് കയറി. ഒരുപാട് സുവനീറുകളുണ്ട്, ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ആമിഷ് വില്ലേജിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ സുവനീർ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സുവനീർ വാങ്ങിയിട്ട് ഇവിടുന്ന്. പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കപ്പുകളാണ്. ഇങ്ങനെ ഇവിടുത്തെ ആ മിഷിൻ്റെയൊക്കെ പേരൊക്കെ എഴുതിയിട്ടുള്ള കപ്പൊക്കെയാണ്. ഇത് മൊത്തത്തിൽ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിതെല്ലാം ഒന്നും പകർത്തിയിട്ടൊന്നുമില്ല. വലിയൊരു ഷോപ്പായിരുന്നേ, ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാത്ത ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പിന്നെ ഇവിടെയൊക്കെ എല്ലാ സൂനിയർ ഷോപ്പുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് കുറേ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാ ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇവിടെയും ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഈ സ്റ്റോണുകൾ പല കളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ക്യാഷ്. അതെന്താണ് അതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് എനിക്കറിയില്ല. എല്ലാവരും അതിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും കുറേ ഐറ്റംസുകൾ കേട്ടോ, നമുക്കറിയാത്തതും അറിയണതുമായിട്ടുള്ള. പിന്നെ കുറേ ഈ മെഴുകുതിരിയുടെ കളക്ഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത മോഡലൊക്കെ ആയിട്ട് പല ടൈപ്പ് മെഴുകുതിരികൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ ടീഷർട്ടുകളുടെ ഒരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നേ. ഒരുപാട് ടീഷർട്ടുകളുണ്ട്. എല്ലാത്തിലും ചിലതിലൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗുകൾ, തൊപ്പികൾ അങ്ങനെയൊക്കെ. നമ്മളങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു കോളയൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ, ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെ അങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാമെന്ന്. അവിടെ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരിക്കലുമായി. അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഇരുന്നു. എൻ്റെ ബാക്കിൽ കൂടി ട്രെയിൻ വന്നൊക്കെ, ആ കുഞ്ഞ് ട്രെയിൻ. നേരത്തെ ആ
പോയ ആ ട്രെയിൻ തിരിച്ചു വന്നാൽ മാത്രമേ ഉണ്ടോ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആകെ ഒരു ട്രെയിൻ ഉള്ളൂ എന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. അപ്പോൾ ദേ ഇത് നോക്കിക്കേ, ചില ആളുകൾ ഇതേമാതിരി ഇങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അതിന് ക്യാഷ് കൊടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ ഇറങ്ങിയതിന് ശേഷം ഉണ്ടോ പിന്നെ നമ്മൾ കയറിയത്. ഇതിൻ്റെ അകം കാണാനായിട്ട് എന്ത് ഭംഗിയാണ് നോക്കിക്കണ്ടേ, നല്ല രസമുണ്ടല്ലേ ആ സീറ്റൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് കോച്ചിൽ വേണമെങ്കിലും നമുക്ക് കയറാം കേട്ടോ. അങ്ങനെ ഇന്ന കോച്ചൊന്നുമില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കോച്ച് അവിടെ അപ്പുറത്തുണ്ട്. അതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വലിയ ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്നാണ് കേട്ടോ തോന്നണേ. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചു. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായതുകൊണ്ടേ നമുക്കിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. ട്രെയിൻ ഫുള്ളായിട്ട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സീറ്റുകളൊക്കെ കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റി കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ കോച്ചിൽ ഒരുപാട് ഇന്ത്യൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. Carpenters, Byler's Crossing, Lemon Place Junction, and Paradise. Now, folks, we're not going to any of those places. I am afraid you're on the wrong train. We are a very old but very safe railroad, so we must ask for cooperation and follow a few basic rules so everyone can enjoy their trip today. Please keep all hands, arms, feet, and legs inside the cars for us at all times, as there's obstructions and close clearance along our line, and we don't want anyone to get hurt. If you have raised any windows, please make sure they are securely fastened with the latch. We don't want any of our windows to drop down onto your hands. അങ്ങനെ ദേ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ട്രെയിൻ യാത്ര കാണുമ്പോഴേ നമ്മളന്ന് ഊട്ടി ട്രെയിനിൽ പോയ കാര്യമുണ്ടോ ഓർമ്മ വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഊട്ടി ട്രെയിനിലൊക്കെ പോയ പോലത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും എന്നാണ് കേട്ടോ തോന്നണേ ഈ യാത്രയിലും. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. നമ്മളങ്ങനെ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് കൽക്കരിയിൽ പോകുന്ന ട്രെയിനാണ് കേട്ടോ. നമ്മളിൽ ആ ഊട്ടിയിലൊക്കെ കാണുന്ന ട്രെയിനില്ലേ, അതേ ഒരു കാറ്റഗറിയിൽ തന്നെ പെടും. ഇത് യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രെയിനാണ്. 1 മണിക്കൂർ ഒരു ട്രിപ്പ്, അങ്ങനത്തെ ഒരു ട്രെയിൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണാം. നമ്മുടെ ഊട്ടിയിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഊട്ടിയിൽ പിന്നെയും കുറേയൊക്കെ അല്ലാതെ യാത്രക്കാരും അതിൽ കയറുമല്ലോ അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിർത്തി അത് തന്നെ സെയിം ഇങ്ങനെ തിരിച്ച് വരികയാണ് ചെയ്യുക. അല്ലാതെ ഇടയ്ക്ക് സ്റ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് തോട്ടങ്ങളും ഫാമുകളൊക്കെയാണ്. എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ പോകുന്ന പോക്കിൽ. നല്ല എന്താ പറയുക, പ്രകൃതി രമണീയമായ കാഴ്ചകളെന്നൊക്കെ പറയാൻ പറ്റുമല്ലേ. വളരെ പതുക്കെയാണ് കേട്ടോ ഈ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കൂടുതലും ചോളത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോയി കാണുന്നതൊക്കെ. ചോളമാണ്, അതിൻ്റെ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. എന്തോരം ഏക്കർ കണക്കിനാണെന്ന് അറിഞ്ഞാൽ ഈ തോട്ടം ഉള്ളത്. എന്ത് രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടിക്കറ്റ് പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ പല പല തോട്ടങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. കോളിഫ്ലവറോ ക്യാബേജോ എന്തൊക്കെയോ ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല കേട്ടോ ഏതൊക്കെ തോട്ടങ്ങളാണിതെന്ന്. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ കുറേ ടൂറിസ്റ്റുകൾക്ക് കയറാൻ പറ്റിയിട്ടുള്ള ഫാമുകളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഈ പൂക്കൾ ഫാമിലും ആപ്പിളിൻ്റെ ഫാമിലൊക്കെ പോയില്ലേ, അതുപോലത്തെ തന്നെ ഉള്ള ഒരു ചോളത്തിൻ്റെ ഫാമും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അതൊക്കെ നമുക്ക് ഈ പോണ പോക്കിൽ കാണാൻ സാധിക്കും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ യാത്ര. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു യാത്രയായിരുന്നു ഇത്. ഈ കാണുന്നതൊക്കെ ബീൻസാണ്. ബീൻസൊക്കെ ഇങ്ങനെ താഴെ പടർന്ന് കിടക്കേണ്ടോ, അങ്ങനെയാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യുക.
അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കോലൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ മേളിലേക്ക് പടർത്തി കയറ്റണ ഒരു രീതിയൊന്നുമല്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ പോലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുള്ളൂ. പക്ഷേ ഇതെല്ലാം കൃഷിയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ പശുക്കൾ അതും ഇത്. എന്തായാലും വീഡിയോ എടുത്തിട്ട് മതിയാവണേ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഓരോ കാലാവസ്ഥകൾ ചേഞ്ച് ചെയ്യണനുസരിച്ചും ഇവിടുത്തെ കാഴ്ചകളിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. എന്തായാലും നല്ലതായിരുന്നു ഈ ഒരു 3/4 മണിക്കൂർ യാത്ര. ട്രെയിനിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും ഫോട്ടോ എടുക്കാനായിരുന്നു കേട്ടോ തിരക്ക്. കാരണം വെച്ചാൽ ഇവിടുത്തെ സീനറി അടിപൊളിയായിരുന്നേ. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ വരുമ്പോഴും അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ചോളത്തിൻ്റെ ഫാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ടാറ്റാനൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. വലിയൊരു ഫാമാണ് കേട്ടോ ഇത് ചോളത്തിൻ്റെ. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടേക്കണുണ്ട്. അത് ഇങ്ങനെ ആളുകൾക്ക് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. കണ്ട കുഞ്ഞു കുഞ്ഞു ട്രെയിൻ കണ്ടില്ലേ, അതിലൊക്കെ ഇരുന്ന് നമ്മളെ ചുറ്റി കറക്കുകയൊക്കെ ചെയ്യും. എന്തോരം ആളുകളാണെന്ന് നോക്കിക്കണ്ടേ. പിന്നെ അത് കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇത് കണ്ടില്ലേ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാനും ഒക്കെ പറ്റിയ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതൊക്കെ വേറെ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു യാത്രയിൽ ഇതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും കുറച്ച് നേരം ഇങ്ങനെ ട്രെയിൻ നിർത്തിയിട്ടായിരുന്നേ. അത് സ്റ്റോപ്പൊന്നുമല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ അവർ ഇങ്ങനെ നിർത്തിയിട്ടതാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. ഈ ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ ഗൈഡ് സംസാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ കുറേ പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് പുറത്ത് കാഴ്ചകൾ കാണുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതിലൊക്കെ ആയിരുന്നു എല്ലാവരുടെയും തിരക്കുകൾ. ഇപ്പം നമ്മളൊരു കാടിൻ്റെ അകത്തു കൂടെയൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡും കാടാണ്. ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, 2 സൈഡിലും കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ സൈഡിലെ മാത്രമേ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ. ഇങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നമുക്ക് വേറൊരു ഏരിയ കണ്ടായിരുന്നു. ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ പറ്റിയത്. ഇത് വല്ല ഫാം ഹൗസാണോ എന്താ സംഗതി എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ ഒരുപാട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ട്രെയിനിൻ്റെ തന്നെ എന്തോ ഒരു ഭാഗങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, പഴയ എന്തോ ഒരു ഭാഗങ്ങളൊക്കെ. നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ്. ട്രെയിനപ്പോൾ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ട്രെയിൻ സെയിം എൻജിൻ അങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ കണ്ടത്. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കണ്ടില്ലേ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ ട്രെയിനിൽ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ഏതോ ഒരു കുട്ടിയുടെ. അപ്പോൾ അതിൻ്റെ വിഷ് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ഇത് കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം കാഴ്ചകളൊക്കെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ നേരത്തെ എടുക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കണത്. കൂടുതലൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം സെയിം കാഴ്ച തന്നെയായ ബോറാവുമല്ലോ. അപ്പോൾ ഈ ചോളത്തിൻ്റെ തോട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ പാലങ്ങളും ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ട്രെയിനുകളും ഒക്കെ നമുക്ക് പിന്നെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിരുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെയും എന്തൊക്കെയോ ഇങ്ങനെ ഫാം ഹൗസുകളും പിന്നെ അതുപോലെ എന്തൊക്കെയോ ഈ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിലെ വീഡിയോ എടുത്തല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മളങ്ങനെ 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്റ്റേഷനിൽ തിരികെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ എല്ലാവരും ടാറ്റ തന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ തരും കേട്ടോ. നല്ല രസമാണ്, നമ്മൾ അങ്ങോട്ടും കൊടുക്കും അവരിങ്ങോട്ടും തരും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിന് പോകാനുള്ള ആളുകളൊക്കെയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണതാണ് ആ കാണുന്നത്. നമ്മൾ നേരത്തെ ഇരുന്നില്ലേ, അതേപോലെ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണവരെയാണ് ആ കാണുന്നത്. അങ്ങനെ യാത്ര അവസാനിച്ച് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഈ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലും ഇതുമാതിരത്തെ ട്രെയിനിൻ്റെ ഇങ്ങനെ യാത്രകളുണ്ട്.
അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പല പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പെൻസിൽ വാലിയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അടിപൊളി വ്യൂ ഒക്കെ കാണത്തക്ക രീതിയിൽ. നമ്മൾ ശരിക്കും ഈ ഊട്ടി ട്രെയിനിലൊക്കെ പോലെ തന്നെ കാടിൻ്റെ ഉള്ളിലേക്കും മലയുടെ സൈഡിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിനുകൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ യാത്രയിലൊക്കെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു റൈഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. സാധാരണ നമ്മൾ കാളവണ്ടി അല്ലാതെ ബസ് അങ്ങനെ പല വണ്ടികളിലും പോയിട്ടുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ പോയി ഇങ്ങനെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് മ്യൂസിയത്തിൽ പോകാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മെയിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ആമിഷ് വില്ലേജിൽ പോകാനായിരുന്നല്ലോ. അപ്പോൾ ഇത് പോണ വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി കണ്ടതാണ്, അല്ലാതെ ഇതിനായിട്ട് വന്നതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും തങ്ങണ്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നേരെ ആമിഷ് വില്ലേജിലേക്കാണ് പോണത്. അല്ലെങ്കിൽ സമയം വൈകുമല്ലോ. വന്ന ട്രെയിനിൻ്റെ എൻജിൻ ചേഞ്ച് ചെയ്യണതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് അത് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമുണ്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ വണ്ടി പാർക്ക് ചെയ്യണ ഭാഗത്തേക്ക് പോകാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്ന ട്രെയിൻ യാത്ര? അടിപൊളിയായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നല്ലോ, ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.